ഹലോ. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ കെ സ്മാർട്ടിൽ ലൈസൻസ് രജിസ്റ്റർ ചെയ്യണം നോക്കാം എൻജിനീയേഴ്സിന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കെ സ്മാർട്ടിൻ്റെ സൈറ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ കെ സ്മാർട്ടിൻ്റെ സൈറ്റ്. ഇതിൽ നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനും ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ രജിസ്റ്ററിനുള്ള ഓപ്ഷൻ പല ടൈപ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് പെർമിറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എൻജിനീയേഴ്സ് ചെയ്യുന്നത് ബിൽഡിംഗ് പെർമിറ്റിൽ ആണ്. പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യുന്ന ഓപ്ഷനിൽ സിറ്റിസൺ ലോഗിൻ, എംപ്ലോയി ലോഗിൻ ആൻഡ് ഓർഗനൈസേഷൻ ലോഗിൻ ഉണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ലോഗിനിലാണ് നമ്മൾ എൻജിനീയേഴ്സ് നമുക്ക് പ്ലാൻ എന്തെങ്കിലും കെ സ്മാർട്ടിൽ സബ്മിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓർഗനൈസേഷൻ ലോഗിനിൽ നമുക്ക് ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ലോഗിൻ ചെയ്തു. അപ്പം നമ്മുടെ കയ്യിൽ ഫോൺ നമ്പറും വെരിഫൈ ചെയ്തിട്ടില്ല, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴെയുള്ള ബിൽഡിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അതിൽ നമ്മുടെ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, മൊബൈൽ, ആധാർ, OTP ഒക്കെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇമെയിൽ യൂസർ നെയിം കൊടുക്കുന്നത് നമ്മൾ ഇമെയിൽ ID ആണ്. പിന്നെ പാസ്വേഡ് നമ്മൾ സ്ട്രോങ് പാസ്വേഡ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് ഉള്ള പാസ്വേഡ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ OTP വരുന്നത് ആധാർ കാർഡും മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം അടിച്ചു കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി രജിസ്റ്റർ ചെയ്താറുണ്ട്. ഞാൻ ആ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളത് ചെയ്ത് തുടങ്ങിയൊരു ഇൻ്റർഫേസാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസാണ് അടിച്ചു കൊടുക്കാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പേരും അഡ്രസ്സും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ അടിച്ചു കൊടുക്കാനുള്ളത്. അതെല്ലാം നമുക്ക് അടിച്ചു കൊടുക്കുക. സിറ്റി, ഡിസ്ട്രിക്ട്, പിൻകോഡ്, ജെൻഡർ, പ്ലേസ്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസും. പിന്നെ ആധാർ കാർഡ് നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരു സിംഗിൾ PDF ആയിട്ട് നമുക്ക് മാക്സിമം 1 MB ഒരു PDF ആയിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഫോട്ടോ നമ്മൾ ചെയ്യുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് JPG ഫോമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചൂസ് ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസിലുള്ള ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇതിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആധാർ കാർഡ് ഒരു സിംഗിൾ ഫയലിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആധാർ കാർഡ് നമുക്ക് ആദ്യം PDF ആയിട്ട് എടുത്തിട്ടേക്കാം. അതിന് ശേഷം നമുക്കത് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തതുകൊണ്ടാണ് അപ്ഡേറ്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സ്റ്റഡീസ് ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SLC മുതൽ നമ്മൾ നമുക്ക് എന്തുമാത്രം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, BTech, MTech എന്തൊക്കെയുണ്ട് അതെല്ലാം നമുക്കിതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ സൈഡിലൊരു പ്ലസ് ചിഹ്നം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ സംഭവങ്ങൾ വരും. നമുക്ക് ഓരോ ക്വാളിഫിക്കേഷനും നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ, സബ്ജക്റ്റ് ഇതൊക്കെയാണ് നമുക്ക് കാണാം. അപ്പോൾ പ്ലസ് ടുവിനെയൊക്കെ നമുക്ക് കാണാം. ആഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ SSLC, ITI, ഡിപ്ലോമ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ട് ചെയ്യാം. ഏത് സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യാം. ഇയർ ഓഫ് പാസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇതേപോലെ PDF ആക്കി വെക്കുക. അതിനും സിംഗിൾ PDF മാക്സിമം 1 MB ആണ്. അതും ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ക്വാളിഫിക്കേഷൻസ് ചെയ്യാൻ പ്ലസ് ചിഹ്നത്തിൽ ആഡ് ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ്. അതും ഇതേപോലെ തന്നെ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്തത്, എന്താണോ നമ്മുടെ ഡെസിഗ്നേഷൻ അത് ചെയ്യുക. പിന്നെ ഫ്രം സ്റ്റാർട്ട് ടു എന്നുവരെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൽ പറയാം. അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ എക്സ്പീരിയൻസസ് ലൈസൻസി എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ലൈസൻസ് ഡീറ്റെയിൽസ്, നമ്മുടെ ലൈസൻസിനെ പറ്റിയിട്ടുള്ള റെഗുലർ ലൈസൻസ് ആണോ ഏതാണെന്നുള്ളത്, പിന്നെ ഏത് ഗ്രേഡിലാണ് നമ്മുടെ ലൈസൻസ് ടൈപ്പ് എന്നുള്ളത്, രജിസ്ട്രേഷൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത്, ന്യൂലി ആണോ റിന്യൂഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ അതും ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് എന്നാണെന്നും ഇഷ്യൂ അതോറിറ്റി ഏതാണെന്നും ഒക്കെ നമുക്ക് ചെയ്യാം. കാരണം കൊച്ചിൻ അങ്ങനെ ഓരോ സൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓരോ സ്ഥലത്തിൻ്റെ നമുക്ക് ചെയ്യാം. ലൈസൻസ് നമ്പർ
അടിക്കുക, പിന്നെ ലൈസൻസ് എക്സ്പയർ ആവുന്ന സമയം അടിക്കുക, പിന്നെ ലൈസൻസ് ഉള്ള ലൈസൻസ് നമുക്ക് PDF ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്യുന്നതിന് നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസസ്, ലൈസൻസ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്ത ശേഷം ഡിക്ലറേഷൻ കൊടുക്കുക, താഴത്തെ ടിക്ക് കൊടുക്കുക, താഴത്ത് കാണാൻ ബ്ലൂ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ എന്താണെന്നുള്ളത് വരും. അങ്ങനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.